നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണ്? കേരളത്തിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാർ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നതും പോർച്ചുഗീസുകാരെയാണ്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും പോർച്ചുഗീസുകാരെയാണ്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നെത്തിയ തീയതി 1498 മെയ് 20. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നെത്തിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ലിസ്ബണിൽ നിന്ന്. വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്ന് 1497 ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്താണ്? വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര്? ഉത്തരം സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത്. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത്. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? ഉത്തരം സെന്റ് റാഫേൽ, ദി ബെറിയോ. സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ രണ്ട് കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയുടെ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിനെ കൂടാതെ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് ആരാണ്? വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ്? ഉത്തരം മാനുവൽ രാജാവ്. മാനുവൽ രാജാവ് ഇദ്ദേഹത്തെ ഡോം മാനുവൽ ഒന്നാമൻ എന്നും അറിയപ്പെടുന്നു. മാനുവൽ രാജാവ് ഇദ്ദേഹത്തെ ഡോം മാനുവൽ ഒന്നാമൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം: ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മാനുവൽ രാജാവ്. മാനുവൽ രാജാവ് തന്നെയാണ് ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പൽ സംഘത്തെ നയിച്ചത് ആരാണ്? ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പൽ സംഘത്തെ നയിച്ചത് കബ്രാൾ. കബ്രാൾ ആണ് ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പൽ സംഘത്തെ നയിച്ചത്. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമ മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിൽ എത്തിയത് ഏതു വർഷം? വാസ്കോ ഡ ഗാമ മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിൽ എത്തിയത് വർഷം 1524. 1524. വാസ്കോ ഡ ഗാമ ആകെ 3 പ്രാവശ്യമാണ് കേരളത്തിലെത്തിയത്. മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിലെത്തിയതാണ് 1524. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം? വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയത്? വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയത് 1524. 1524 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയത്. അടുത്ത ചോദ്യം: വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണ്? വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണ്? ഉത്തരം സെന്റ് ഫ്രാൻസിസ് പള്ളി. സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തത്.
വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539. 1539. അടുത്ത ചോദ്യം. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ഏതാണ്? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ഏതാണ്? ഉത്തരം ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയത് ആരാണ്? വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയത്? ഉത്തരം പെഡ്രോ അൽവാരിസ് കബ്രാൾ. പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയത്. അടുത്ത ചോദ്യം. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ഉത്തരം മാനുവൽ കോട്ട. മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട. മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ 3 പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. മാനുവൽ കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക്. അടുത്ത ചോദ്യം. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം മാറ്റിയത് ആരാണ്? കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം മാറ്റിയത് ആരാണ്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്ക് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം മാറ്റിയത്. അടുത്ത ചോദ്യം. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ഉത്തരം ചാലിയം കോട്ട. ഉത്തരം ചാലിയം കോട്ട. അടുത്ത ചോദ്യം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിൽ. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. അടുത്ത ചോദ്യം. കുരുമുളക് നാട് എന്ന് പോർച്ചുഗീസുകാർ പേരിട്ടത് ഏത് പ്രദേശത്തെയാണ്? കുരുമുളക് നാട് എന്ന് പോർച്ചുഗീസുകാർ പേരിട്ടത് ഏത് പ്രദേശത്തെയാണ്? ഉത്തരം വടക്കംകൂർ. വടക്കംകൂറിനെയാണ് പോർച്ചുഗീസുകാർ കുരുമുളക് നാട് എന്ന പേരിൽ വിളിച്ചത്. അടുത്ത ചോദ്യം. പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത് ആരുടെ ഭരണകാലത്താണ്? പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം കബ്രാൾ. കബ്രാളിന്റെ ഭരണകാലത്താണ് പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്ക്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്?
ഉത്തരം അൽ ബുക്കർക്ക്. അൽ ബുക്കർക്ക്. അടുത്ത ചോദ്യം, 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കണ്ണൂർ സന്ധി. കണ്ണൂർ സന്ധിയാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചത്. വർഷം 1513. ഇനി അടുത്തത്, 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതു പേരിൽ അറിയപ്പെടുന്നു? 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച വർഷം 1540. അടുത്ത ചോദ്യം, പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി അറിയപ്പെടുന്ന പേര്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി അറിയപ്പെടുന്ന പേര്? ഉത്തരം ഗോഥിക് ശൈലി. ഗോഥിക് ശൈലി എന്ന പേരിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാരാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടുപോയ പാശ്ചാത്യ ശക്തിയും പോർച്ചുഗീസുകാർ ആണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചിയും വൈപ്പിനും. കൊച്ചിയിലും വൈപ്പിനിലുമാണ് പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ചത്. പോർച്ചുഗീസ് സ്വാധീനത്തിന്റെ ഫലമായി വികസിച്ചു വന്ന കലാരൂപം ഏതാണ്? പോർച്ചുഗീസ് സ്വാധീനത്തിന്റെ ഫലമായി വികസിച്ചു വന്ന കലാരൂപം ഏതാണ്? ഉത്തരം ചവിട്ടുനാടകം. ഉത്തരം ചവിട്ടുനാടകം. അടുത്ത ചോദ്യം, കാർട്ടസ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എന്താണ്? കാർട്ടസ് വ്യവസ്ഥ. ഉത്തരം ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിവരുന്ന പാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് കാർട്ടസ് എന്ന്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിവരുന്ന ഒരു പാസ് ആണ് കാർട്ടസ് എന്നറിയപ്പെടുന്നത്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി അഥവാ കാർട്ടസ് പാസ് സ്വന്തമാക്കണമായിരുന്നു. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരമായി നൽകണമായിരുന്നു. കരം നൽകി കാർട്ടസ് എന്ന പാസ് സ്വന്തമാക്കണമായിരുന്നു. ഈ കാർട്ടസ് എന്ന പാസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്നത് കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം. ഇനി കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ അല്ലെങ്കിൽ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, ചരക്ക് എത്തിച്ചേരുന്ന തുറമുഖം. ഇനി കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടുകയും അതിലെ ജീവനക്കാരെ കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്.
അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ. ഇതിൽ ഗോവയെ 1961 പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ചത്. ഗോവ മോചിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോനായിരുന്നു. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോൻ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഇനി അടുത്ത പോയിന്റ്, കൊച്ചിയിലെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമായിരുന്നു മട്ടാഞ്ചേരി പാലസ്. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതതോടെയാണ് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. കൊച്ചിയിലെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമായിരുന്നു മട്ടാഞ്ചേരി പാലസ്. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതതോടെയാണ് ഡച്ച് കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ജെയിംസ് കോറിയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ് ജെയിംസ് കോറിയ. അടുത്ത പോയിന്റ്, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ കെ.എം. പണിക്കർ. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ കെ.എം. പണിക്കർ. അടുത്ത ചോദ്യം, പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷേഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയുടെ പേര്? പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷേഖ് സൈനുദ്ദീൻ രചിച്ച കൃതി? ഉത്തരം തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. അടുത്ത ചോദ്യം, ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഏതാണ്? ഉത്തരം ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം. ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം. അടുത്ത ചോദ്യം, സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്ന പേര്? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ അറിയപ്പെടുന്ന പേര്? ഉത്തരം കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം എവിടെയാണ്? കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം? ഉത്തരം വടകരയ്ക്കടുത്ത കോട്ടയ്ക്കലാണ് കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം. വടകരയ്ക്കടുത്ത കോട്ടയ്ക്കലാണ് കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ പേരാണ് കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ പേരാണ് കുട്ടി അഹമ്മദ് അലി. കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ പേരാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ പേരാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന്റെ യഥാർത്ഥ പേര് പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന്റെ യഥാർത്ഥ പേര് പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി മരയ്ക്കാർ. മുഹമ്മദ് അലി മരയ്ക്കാർ. ഇനി കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമൻ കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം എന്തായിരുന്നു? കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം? ഉത്തരം അടിച്ചിട്ട് കടന്നു കളയുക.
അടിച്ചിട്ട് കടന്നു കളയുക. അടുത്ത ചോദ്യം, കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ഉത്തരം ചാലിയം കോട്ട. ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ഉത്തരം കുൻഹ. പോർച്ചുഗീസ് ഗവർണറായ കുൻഹയാണ് ചാലിയം കോട്ട പണിതത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ട തകർത്ത കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് ആരാണ്? മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവി സ്വീകരിച്ച കുഞ്ഞാലിമരയ്ക്കാർ ആരാണ്? ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ച കുഞ്ഞാലിമരയ്ക്കാർ ആരാണ്? ഉത്തരം കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600. അടുത്ത ചോദ്യം, കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം. കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം INS കുഞ്ഞാലി, മുംബൈയിലെ INS കുഞ്ഞാലി. അടുത്ത ചോദ്യം, കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം 2000. അടുത്ത ചോദ്യം, കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇരിങ്ങൽ. ഇരിങ്ങലിലാണ് കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.